നമുക്ക് ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സങ്കീർത്തനം 13-ാമത്തെ സങ്കീർത്തനം. അന്ന് എത്രയും ബഹുമാനമുള്ള റവറൻ ലാസറച്ചൻ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അച്ഛന് അത് റിസൈറ്റ് ചെയ്യും. അതിനുശേഷം നമ്മുടെ എത്രയും ബഹുമാനമുള്ള നമ്മുടെ ജിജി തോംസൺ സാറ് ഇപ്പോൾ സത്യത്തിൽ കാനഡയിൽ ഒരു ചെറിയ വിസിറ്റിനായിട്ട് കടന്നു വന്നതാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീട്ടിൽ ഒരുമിച്ച് കാണുവാനായിട്ടിടയായി. ആ സമയത്ത് പ്രത്യേകിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊരു മീറ്റിങ്ങിൽ ഈ സങ്കീർത്തനം അല്പസമയം ധ്യാനിക്കാമെന്ന് സമ്മതിച്ചു. എന്നാൽ അതേ സമയത്ത് തന്നെ അദ്ദേഹത്തിന് ഒരു ഇൻ്റർനാഷണൽ മീറ്റിംഗ് കൂടെ സംബന്ധിക്കുന്നതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നു. 13-ാമത്തെ സങ്കീർത്തനം ലാസറച്ചൻ വായിക്കും. അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ജിജി തോംസൺ സാറ് അത് ധ്യാനിക്കും. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസപ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എന്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളേണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എന്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എന്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തനം 13-ാം സങ്കീർത്തനം ബൈബിളിലെ ഏറ്റവും ചെറിയ സങ്കീർത്തനങ്ങളിൽപ്പെട്ട ഒന്നാണ്. ചെറിയ സങ്കീർത്തനമാണെങ്കിലും വളരെ ചിന്തോദ്ദീപകമായ ഒരു സങ്കീർത്തനമാണ് ഇത്. നേരത്തെ ശ്രീ രാജു പറഞ്ഞതുപോലെ കഴിഞ്ഞ 1-2 മാസമായി ഞാൻ അമേരിക്കയിലും കാനഡയിലും പര്യടനം നടത്തുകയായിരുന്നു. 2-3 പള്ളികളിൽ സംസാരിക്കാനുള്ള അവസരവും എനിക്ക് ലഭിച്ചു. പൊതുവെ ആളുകളൊക്കെ കുറവായിരുന്നു. കാരണം എല്ലാവരും ഇത് വെക്കേഷൻ ടൈം ആണല്ലോ, അതുകൊണ്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ടാവണം. എന്നാൽ ചെറുപ്പക്കാരെ തീരെ ഉണ്ടായിരുന്നില്ല. ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ 1-2 ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവരോട് ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങളാരും പള്ളിയിൽ വരാത്തത്? അപ്പൊ അവര് പറഞ്ഞു, ഓ അങ്കിൾ, ഈസ് മീനിങ്ലെസ്. ഞാൻ ചോദിച്ചു, എന്തേ അത് മീനിങ്ലെസ് എന്ന് പറയാൻ കാരണം? ഓ, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം അത് കേൾക്കുന്ന പോലെ തോന്നുന്നില്ല. ഹീസ് ടേണിങ് എ ഡഫ് ഇയർ ടു അസ്. ഞങ്ങൾ പറയുന്നതൊക്കെ ബധിര കർണങ്ങളിലാണ് പതിക്കുന്നത്. പിന്നെ പോയിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലെ ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം, അല്ലെ? നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഉണർത്തിക്കും. നമ്മൾ വളരെ സങ്കടത്തോടെ യാചിക്കും. ചിലപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടന്നു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ നിരാശരാകും, ഭഗ്നാശരാകും. അപ്പോൾ നമ്മൾ പറയും, ഇതെന്ത് ദൈവമാ, എത്ര പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, എന്നിട്ടും ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലല്ലോ, എന്റെ ആവശ്യം അദ്ദേഹം നിറവേറ്റി തരുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ പരാതിപ്പെട്ടു എന്ന് വന്നേക്കാം. ഇതുപോലെ ഒരു പരാതിയാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗത്ത് നാം കേൾക്കുന്നത്. നമുക്കറിയാം, ദാവീദ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരുന്നു, ആട്ടിടയനായിരുന്നു. ഒരു 10-20 വയസ്സുള്ള സമയത്താണ് ദാവീദിനെ ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി ദൈവം നിയോഗിച്ചത്. ഗോലിയാത്തിനെ താഴെ വീഴ്ത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം രാജാവായി അഭിഷിക്തനാകും എന്നെല്ലാവരും വിചാരിച്ചു. ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. പക്ഷെ 21 വയസ്സായി, രാജാവായില്ല. 22 ആയില്ല, 23, 24, 25, 26, ഇങ്ങനെ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, രാജാവാകുന്നില്ല. അദ്ദേഹത്തിന്റെ എതിരാളിയായ ശൗൽ ആ സമയത്ത് ദാവീദിനെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് ആലോചിച്ച് സൈന്യത്തെ പറഞ്ഞയക്കുകയാണ്. പലപ്പോഴും ദാവീദിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും ഓടി ഒളിക്കേണ്ടി വന്നു. അങ്ങനെ ദാവീദ് ഓടി ഒളിച്ച് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു. ആ ഗുഹയിൽ ഇരുന്നു കൊണ്ട് ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും?
നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും, എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും, എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും എന്ന് എന്ന് കരയിഞ്ഞു പറയുകയാണ്. ഈ ആദ്യത്തെ 2 വാക്യങ്ങൾ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദിന്റെ പ്രശ്നം അവതരിപ്പിക്കുക. ദൈവം ഒന്നും കേൾക്കുന്ന പോലെ തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുകയാണ്, നിലവിളിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള 3-4 വാക്യങ്ങൾ നോക്കുക. അതിൽ പറയുകയാണ്, ദൈവമേ, യഹോവയായ ദൈവമേ, എന്നെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരളയണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ ഞാൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ ഭാഗം അവൻ അതെന്റെ പെറ്റീഷൻ, തന്റെ നിവേദനം ദൈവത്തിന്റെ മുൻപാകെ സമർപ്പിക്കുകയാണ്. എന്താണ് ആവശ്യം? കാരണം ശത്രു ജയിക്കാൻ പോകുന്നു. എന്റെ ശത്രു ജയിച്ചാല് എന്റെ തോൽവിയേക്കാൾ ഉപരി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ തോറ്റു എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന് തന്നെ മഹത്വര ആവില്ലല്ലോ, അത് കീർത്തികരമാവില്ല. അങ്ങനെ ദൈവനാമം ഒരിക്കലും മോശമാകാൻ പാടില്ല. അതാണ് ദാവീദിനെ കൂടുതൽ ചിന്താകുലനാക്കുന്നത്. അതാണ് ദാവീദിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ദാവീദ് അവസാനത്തെ 3-6 വാക്യങ്ങളിൽ അദ്ദേഹം പറയുകയാണ്, ഞാനോ നിന്റെ കരുണയിൽ ആശ്രയിക്കുന്നു, എന്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും, യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കുക കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ദൈവത്തെ പ്രൈസ് ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദാവീദിന്റെ ദൈവം വിദൂരത്തായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തിൽ എവിടെ പോയാലും എല്ലാവർക്കും വലിയ തിരക്കാണ് അല്ലെ. എല്ലാവരും എന്ത് വേഗത്തിലാണ് ഇവിടെയൊക്കെ വണ്ടികൾ ഓടിക്കുന്നത്. 120 മൈൽ സ്പീഡിലാണ് വണ്ടികളെല്ലാം ഓടുന്നത്. എല്ലാവർക്കും തിരക്കാണ്, വേഗം എത്തണം, ഹറി ഹറി എന്നാ എല്ലാവരും പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരു സമയത്ത് ദൈവം പറയുക, വെയിറ്റ് എന്ന്, നിൽക്കുക, കുറച്ചുകൂടെ താമസിക്കട്ടെ എന്ന് പറയുന്നു. നമുക്കറിയാം ജോസഫിന്റെ കഥ നമുക്കറിയാം. പഴയ നിയമത്തിലെ ജോസഫിനെ ഓർമ്മയില്ലേ? ജോസഫ് ഈജിപ്തിലെ ഫറവോന്റെ മന്ത്രിയായി അവസാനം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ ആ മന്ത്രിയാവാൻ വേണ്ടി എത്ര കാലമെടുത്തു. ആദ്യം സഹോദരന്മാരെല്ലാം അങ്ങോട്ട് പൊട്ടക്കണ്ടിൽ കൊണ്ട് എറിയാൻ നോക്കി. പിന്നെ അടിമയായിട്ട് ഈജിപ്തിൽ നിന്നും വന്ന കുറെ പേർക്ക് അദ്ദേഹത്തെ വിറ്റു. അത് കഴിഞ്ഞ് ജോസഫ് ജയിലിൽ കിടന്നു, കാരാഗൃഹത്തിൽ കിടന്നു. 2 വർഷത്തോളം കാരാഗൃഹത്തിലായിരുന്നു. പിന്നെ ഫറവോന്റെ സ്വപ്നം കറക്റ്റായിട്ട് അത് വിശകലനം ചെയ്ത് കൊടുത്തപ്പോഴ് അദ്ദേഹത്തെ പിടിച്ചു മന്ത്രിയാക്കി. അപ്പോൾ ഇതെല്ലാം ഈ കാലങ്ങളിലെല്ലാം യോസഫും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടാവണം. എന്നെ എന്തിനെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുത്തുന്നു, എന്നെ എന്തിനിങ്ങനെ കാരാഗൃഹത്തിൽ അടയ്ക്കുന്നു എന്നെല്ലാം അദ്ദേഹവും കരഞ്ഞിട്ടുണ്ടാവണം അല്ലെ. പക്ഷെ അദ്ദേഹം മന്ത്രിയാകാൻ വേണ്ടിയിട്ട്, ഈജിപ്തിലെ മന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹത്തിന് ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വന്നു. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനെ കുറിച്ചും പറയാനുള്ളത്. അദ്ദേഹം ആദ്യം ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു നടന്ന ആളാണ്. അത് കഴിഞ്ഞ ദൈവം അദ്ദേഹത്തെ തന്റെ സ്വന്തം അപ്പോസ്തലനാക്കി അദ്ദേഹത്തെ ഉയർത്തി. ആ ഉയർത്തുന്ന സമയത്തും പൗലോസ് അപ്പോസ്തലൻ എന്തെല്ലാം പ്രയാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലെ. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്റെ ശരീരത്തിൽ ഒരു മുള്ളിരിക്കുന്നത്, ഇത് മാറ്റണമെന്ന് 3 പ്രാവശ്യം ഞാൻ ദൈവത്തോട് അഭ്യർത്ഥിച്ചു, ഞാൻ കരഞ്ഞു പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അതവിടെ ഇരുന്നോളട്ടെ, എന്റെ കൃപ മതി നിനക്ക് എന്ന് പറയുകയുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ. അപ്പോഴിങ്ങനെ ഓരോരുത്തരുടെയും ജീവിതം നമ്മൾ നോക്കുമ്പോൾ ഒന്നും തന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നില്ല. നമുക്ക് ഈ കാലത്ത് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടണം. ഇൻസ്റ്റന്റ് ചായ, ഇൻസ്റ്റന്റ് കോഫി, പിന്നെ പൈസ ഒരു കോയിൻ അങ്ങോട്ട് ഇട്ടാൽ ഉടനെ തന്നെ കൊക്കക്കോള ഇങ്ങനെ നമുക്ക് കിട്ടണം. എല്ലാം ഇൻസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒന്നല്ല ദൈവകൃപ എന്ന് പറയുന്നത്. ഇൻസ്റ്റന്റ് ഗോഡ്ലിനെസ് എന്നൊന്നില്ല. ആ ദൈവകൃപ ലഭിക്കണമെങ്കിൽ നാം ഒരുപാട് പ്രയത്നിക്കണം, ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ കടന്നു പോകണം, ഒരുപാട് കാലം നാം കാത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ദൈവകൃപ നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവർ, ഇതാണ് സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. കാരണം ഈ അവസാനം ദാവീദ് ദൈവത്തെ പ്രകീർത്തിക്കുന്നത് കേട്ടില്ലേ? അതുപോലെ നമ്മളും ദൈവത്തിനു വേണ്ടി കാത്തിരുന്നിട്ട് നമ്മളുടെ നിവേദനങ്ങളെല്ലാം സമർപ്പിച്ച് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും.
എനിക്ക് നേരിട്ട് ഇതിന് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. 2005 ഞാനൊരു വാർത്ത കേട്ടു, 2010 ഡൽഹിയിൽ കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിക്കാൻ പോകുന്നുവെന്ന്. എനിക്ക് അതിന്റെ ചുമതല കിട്ടിയാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ കുറെ ശ്രമിച്ചു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതെല്ലാം കഴിഞ്ഞ് 2009 ആയപ്പോഴ് ഗെയിംസ് നടക്കില്ല എന്നൊരു അവസ്ഥ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കോൾ കിട്ടി പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നും. ഉടൻ തന്നെ PMOയിൽ എത്തണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, കോമൺവെൽത്ത് ഗെയിംസ് നടത്താൻ നിങ്ങളെ ഞങ്ങൾ ചുമതല ഏൽപ്പിക്കാൻ പോവുകയാണ്, എന്താ തയ്യാറാണോ എന്ന് ചോദിച്ചു. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ 2005 ആഗ്രഹിച്ചു, നടന്നില്ല. പ്രാർത്ഥിച്ചു, നടന്നില്ല. പിന്നെ ഞാൻ കാത്തിരുന്നു. അവസാനം 2009 ആയപ്പോൾ അതെനിക്ക് ലഭിച്ചു. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പഠിക്കേണ്ട കാര്യം. ഒന്നും നമുക്ക് വേഗം അങ്ങനെ ഇപ്പൊ പറയുന്ന ഇടയ്ക്ക് ഇങ്ങനെ കിട്ടണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. നാം ദൈവത്തെ നമ്മൾ വിളിക്കണം, അപേക്ഷിക്കണം, അവന് വേണ്ടി കാത്തിരിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ കർത്താവിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ കാത്തിരുന്നാൽ നമ്മൾ കഴുകനെ പോലെ ചിറകടിച്ചുയരും. നമ്മൾ തളർന്നു പോകാതെ ഓടും, ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ഇതാണ് ഈ സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കേൾപ്പിച്ച മനോഹരമായുള്ള സങ്കീർത്തനം പ്രിയ സാറിനെ ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം ഈ കടന്നു വന്ന് വീട്ടിലെ ഞങ്ങൾ ഏതാനും മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവഴിച്ചപ്പോൾ അനേക കാര്യങ്ങൾ സാറിൽ നിന്ന് പഠിക്കുവാനായിട്ടിടയായി. ഔദ്യോഗിക ജീവിതത്തിൻ്റെ നടുവിൽ പല ചലഞ്ചസ് ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവിടെയൊന്നും തൻ്റെ ക്രിസ്തീയ ജീവിതമോ ആത്മീയ ജീവിതമോ അടിയറ വെക്കുവാൻ ഒരിക്കൽ പോലും ഒരു കോംപ്രമൈസ് ചെയ്യുവാൻ താൻ അനുവദിച്ചിട്ടില്ല. അനേക സാക്ഷ്യങ്ങൾ, വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങൾ പലപ്പോഴും പിന്നെ ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തക്കവണ്ണം അനേകർ മെമ്മറാണ്ടം കൊടുത്തു. എന്നാൽ അവിടെയൊക്കെ ദൈവം, വലിയവനാളുടെ ദൈവം ഉയർത്തി കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി ഇന്ന് 2016 റിട്ടയർമെൻറ്റിന് ശേഷം അനേക സ്ഥലങ്ങളിൽ, അനേക ദൈവാലയത്തിൽ, അനേക ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുന്നു. ഇപ്പോൾ ഓഗസ്റ്റ് 1-ാം തീയതി കാനഡയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് കടന്നു വരികയാണ്. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഓഗസ്റ്റ് മാസം പകുതിയോടുകൂടി കുവൈറ്റിലെ മർത്തമാ പള്ളിയിൽ ഒരു 3-4 ദിവസത്തെ സെമിനാർ അവിടെ, അതുപോലെ തന്നെ റിട്രീറ്റൊക്കെ ക്രമീകരിച്ചിരിക്കുക. അത് നേരത്തെ വാക്ക് കൊടുത്തതാണ്. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കാനഡയിൽ നിൽക്കാനായിട്ട് സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുക, എല്ലാത്തിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവനാമത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നത്, എന്തൊക്കെ ജീവിതത്തിൽ പ്രശ്നം വന്നാലും കോംപ്രമൈസ് ചെയ്യാതെ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട അനുഭവങ്ങൾ, അനേക സാക്ഷ്യങ്ങൾ. ഞാൻ സമയച്ചെടുക്കൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. സാറ് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു ശുശ്രൂഷയിൽ കടന്നു വന്ന് ഇങ്ങനെ ഈ സങ്കീർത്തനം ധ്യാനിപ്പാനായിട്ട് അവസരം കണ്ടെത്തിയത് മറ്റൊരു മീറ്റിംഗ് ഇതേ സമയത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുക. അതിനിപ്പം പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യണം. എന്നാൽ അതിൽ നിന്ന് അല്പസമയം അവരോട് കടം വാങ്ങിച്ച് നമ്മുടെ മധ്യയിലേക്ക് കടന്നു വന്ന് ഈ സങ്കീർത്തനം ധ്യാനിപ്പാനായിട്ട് തയ്യാറായി. നമ്മളൊക്കെ അന്ന് തയ്യാറാകുമോ? നമുക്ക് എന്തെങ്കിലും ഒരു തിരക്കുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മീറ്റിംഗ് വേണ്ട, അല്ലെങ്കിൽ ദൈവം വേണ്ട, ദൈവവചനം വേണ്ട. പലപ്പോഴും നമ്മുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എന്നാൽ ഒരു ദൈവപൈതലിൻ്റെ യഥാർത്ഥ ദൈവഭക്തനെ എങ്ങനെ തിരിച്ചറിയാം? അതെ, എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ കേൾപ്പിച്ച സങ്കീർത്തനം എൻ്റെ ഒത്തിരി ഫേവറേറ്റ് സങ്കീർത്തനമാണ്. ഞാൻ എവിടെ പോയാലും ഏത് സമയത്ത് എൻ്റെ സാക്ഷ്യമാണ്, ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കും. നമുക്ക് മറ്റെന്തിലും ആശ്രയിക്കാനുള്ളത്? എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. കർത്താവ് തന്ന രക്ഷ അത് മാത്രമേ ഉള്ളൂ ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ. മാത്രമല്ല, യഹോവ എനിക്ക് നന്മ ചെയ്തെങ്കിൽ അവനൊരു പാട്ട് പാടുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട തങ്കച്ചൻ ബ്രദറും ആ കുടുംബവും ചേർന്ന്